ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാൾ മരിച്ചതിൽ ഇത്രയധികം സന്തോഷിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. വൈകിപ്പോയോന്ന് സംശയം, എന്നാലും ഇയാൾ എപ്പോഴെങ്കിലും തിരിച്ചു വിളിച്ച ദൈവത്തിന് നന്ദി. ഇന്നലെ മലയാളികളായിട്ടുള്ള പലരും പറഞ്ഞ വാക്കുകളാണിത്, അല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ മരണം ഒരു സംസ്ഥാനം മുഴുവനും ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നെ മറ്റാരെയും കുറിച്ചല്ല, കേരളത്തിലെ പ്രശസ്ത ക്രിമിനൽ ലോയർ ആയിട്ടുള്ള BA ആളൂരിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു BA ആളൂരിന്റെ മരണം, അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ 10-20 വർഷത്തോളമായി നീതിക്ക് വേണ്ടി അലിയുന്നവരുടെ കണ്ണിലെ കരടായിരുന്നു ഈ പറയുന്ന BA ആളൂർ. കേരളത്തിലെ പ്രസിദ്ധി ആർജിച്ച കേസുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ അതിലെല്ലാം പ്രതികൾക്ക് വേണ്ടി വാദിച്ച ഒരാളായിരുന്നു ഈ പറയുന്ന BA ആളൂർ. അതിലൂടെ തന്നെയാണ് അയാൾ ഇത്രത്തോളം ജനം അറിഞ്ഞതും. ഇയാൾ ആദ്യമായി ജനം കാണുന്നത് 2011 ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസിൽ പ്രതിക്ക് വേണ്ടി വാദിക്കുമ്പോഴാണ്. അതിലൂടെയാണ് മലയാളികൾക്ക് ഇയാളെ ഏറെ സുപരിചിതമാകുന്നത്. അന്ന് സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന പ്രതി ഗോവിന്ദ് ചാമിക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിക്കാൻ ഒരു പ്രമുഖ അഭിഭാഷകൻ എത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു സിറ്റിംഗിന് വേണ്ടി വൻ തുക ഈടാക്കിയിരുന്ന ക്രിമിനൽ അഭിഭാഷകൻ ഗോവിന്ദ് ചാമിയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര താല്പര്യമെന്ന് എല്ലാവരും ചിന്തിച്ചു. ആരാണ് BA ആളൂർ എന്ന ചോദ്യം ഒരുപക്ഷെ അന്നായിരിക്കും പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു കേട്ടത്. ഇയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശൂർ സ്വദേശിയായിട്ടുള്ള ബിജു ആന്റണി എന്ന ഇയാൾ പൂനെയിൽ നിന്ന് നിയമബിരുദം എടുത്ത് 1999 അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത്. ആദ്യ 4 വർഷം കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഇയാൾ പിന്നീട് പൂനെയിലേക്ക് ഇയാളുടെ പ്രവർത്തനം മാറ്റിയിരുന്നു. കുപ്രസിദ്ധമായ പല കേസുകളിലും പ്രതിഭാഗത്തിന് വേണ്ടി ഇയാൾ കോടതിയിൽ ഹാജരായി. മാധ്യമ വാർത്തകളിൽ വലിയ തോതിൽ ഇടം പിടിക്കുന്ന കുപ്രസിദ്ധവും ക്രൂരവുമായ കൊലപാതകങ്ങളിലെല്ലാം പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ BA ആളൂർ എത്തുന്നത് കേരളത്തിലെ പതിവ് കാഴ്ചയായി മാറി. നമുക്കറിയാം 2011 സൗമ്യ വധക്കേസ്. അന്ന് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സൗമ്യയെ ഗോവിന്ദ് ചാമി ആക്രമിക്കുകയും ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടിയ സൗമ്യയെ ക്രൂര ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തത്. ആ കേസിൽ വൈകാതെ തന്നെ ഗോവിന്ദ് ചാമിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഗോവിന്ദ് ചാമിയുടെ അഭിഭാഷകനായി ആളൂർ എത്തിയത്. കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഗോവിന്ദ് ചാമിയുടെ ശിക്ഷ സുപ്രീം കോടതിയിൽ ജീവപര്യന്തമാക്കി മാറ്റാൻ ആളൂരിന് സാധിച്ചു. തന്നെ ഈ കേസിൽ വക്കാലത്ത് ഏൽപ്പിച്ചത് ഒരു മാഫിയ ആണെന്നാണ് പിന്നീട് ആളൂർ പറഞ്ഞത്. എന്തായാലും അന്ന് ഗോവിന്ദ് ചാമിയെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് വന്ന ആളൂരിന്റെ മുഖത്ത് നോക്കി സൗമ്യയുടെ അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ആളൂർ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ആളൂർ പറഞ്ഞൊന്ന് കേട്ടുനോക്കാം. ഞാനൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ഈ പറയുന്ന സൗമ്യയുടെ അമ്മ ചോദിച്ചതാണ്, 1000 കല്ലുകൾ എറിയുമ്പോൾ ഒരു കല്ല് അഡ്വക്കേറ്റ് ആളൂരിന്റെ തലയിലും വന്ന് പതിക്കും, അത് ശാപത്തിന്റെ കല്ലാണ് എന്ന്. സത്യം. കാരണം കേരളത്തിൽ അത്രയും അമ്മമാരുടെ ശാപം ഇയാൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എത്രയോ കേസുകളിൽ നീതി നിഷേധത്തിന് വേണ്ടി ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലേ? എന്നിരുന്നാലും ഇങ്ങനെ എന്തിനാണ് ഒരുപാട് അമ്മമാരുടെയും കണ്ണീരും ശാപവും ഏറ്റുവാങ്ങുന്നത് എന്ന് ഇയാളോട് ചോദിച്ച സമയത്ത് ഇയാളുടെ മറുപടി എന്തായിരുന്നു അറിയോ? ഈ രാജ്യത്ത് ഒരാൾക്ക് കണ്ണീരൊഴുക്കാനും ശപിക്കാനും അവകാശമുണ്ട് എന്നതായിരുന്നു. ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ശാപങ്ങളെല്ലാം പുല്ലാണ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത് എന്ന്. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പേർ തന്നെ ശപിക്കണം എന്നായിരുന്നു ഇയാൾ ആഗ്രഹിച്ചിരുന്നത്. അത് പലപ്പോഴും ഇയാൾ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും 2011 സൗമ്യ വധക്കേസിന് ശേഷം 2016 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പെരുമ്പാവൂർ ജിഷ കേസിലും പ്രതിക്ക് വേണ്ടി ഈ പറഞ്ഞ BA ആളൂർ ഹാജരായി. തൊട്ടടുത്ത വർഷം നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വേണ്ടി വരെ ഇയാൾ വാദിക്കാൻ വന്നു എന്നുള്ളതാണ്. പിന്നീട് ബണ്ടിച്ചോർ കേസും ഇയാൾ ഏറ്റെടുത്തു. അതിനുശേഷം 2019 കൂടത്തായി കേസിൽ പ്രതി ജോളിക്ക് വേണ്ടിയും ഇളന്തൂർ നരബലി കേസിലും പ്രതിക്ക് വേണ്ടി ഇയാൾ ഹാജരായി എന്നുള്ളതാണ്. ഈ കേസുകളെല്ലാം ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. ഇനി കേരളത്തിനെ പുറത്തെടുത്തു നോക്കുകയാണെങ്കിൽ പ്രശസ്ത യുക്തിവാദിയായിരുന്ന നരേന്ദ്ര ദാബോൽക്കറെ കൊലപ്പെടുത്തിയ കേസിലും പൂനെയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നയന പൂജാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലും പ്രതികൾക്ക് വേണ്ടി ഹാജരായത് ആളൂരായിരുന്നു. പക്ഷേ ഈ കേസുകളിലെല്ലാം ആളൂർ പരാജയപ്പെട്ടു കേട്ടോ. എന്തായാലും ഇങ്ങനെ കുപ്രസിദ്ധ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന ആളൂരിന് കേരള സമൂഹത്തിന് മുന്നിൽ ലഭിച്ചതും ഒരു നെഗറ്റീവ് ഇമേജ് തന്നെയായിരുന്നു. എന്തുകൊണ്ട് കുപ്രസിദ്ധ കേസുകളിലെല്ലാം പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നു എന്ന ചോദ്യത്തിന് നിയമവ്യവസ്ഥയിൽ എല്ലാവർക്കും ഒരുപോലെ പ്രാതിനിധ്യം ലഭിക്കണം എന്നതാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു ഇയാൾ പ്രതികരിച്ചത്. നീതി എല്ലാവർക്കും ലഭ്യമാകണം, അതിന് ശക്തമായ പ്രതിഭാഗം അനിവാര്യമാണ്. പോലീസ് കേസുകൾ കെട്ടിച്ചമക്കുന്നത് പതിവാണ്. ശക്തമായ പ്രതിഭാഗം ഇല്ലെങ്കിൽ നിരപരാധികൾക്ക് പോലും ശിക്ഷ ലഭിക്കാം എന്നും ആളൂർ പറഞ്ഞിരുന്നു. ഞാനൊരു കേസ് എടുക്കുമ്പോൾ എന്റെ കക്ഷി കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്നൊന്നും പരിശോധിക്കാൻ ഞാൻ മെനക്കെടാറില്ല. ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് കേസ് ഏറ്റെടുക്കുന്നത് എന്നായിരുന്നു ഗോവിന്ദ് ചാമി കേസ് ഏറ്റെടുത്തതിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള പുള്ളിക്കാരന്റെ മറുപടി. എന്തായാലും ഇതിനിടയിൽ BA ആളൂരിനെതിരെ
പോക്സോ പീഡന പരാതിയും ഉയർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിച്ചു എന്നതായിരുന്നു കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിലും ആളൂരിനെതിരെ കേസെടുത്തിരുന്നു. ഇനി അത് കൂടാതെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി 5 ലക്ഷം നൽകിയെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കുകയും ചെയ്തിരുന്നു എന്നതായിരുന്നു രണ്ടാമത്തെ കേസ്. ഈ പരാതിക്കാരിക്കൊപ്പം ആളൂരിന്റെ ഓഫീസിലെത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇയാൾ കയറി പിടിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമായിരുന്നു മറ്റൊരു പരാതി. എന്നാൽ അന്ന് ഇതിനെല്ലാം ആളൂർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങിയതിന് താൻ പുറത്താക്കിയ ജൂനിയർ അഭിഭാഷകൻ തനിക്കിട്ട് പണയാൻ നോക്കിയതാണ് എന്നുള്ളതായിരുന്നു അന്ന് ആളൂർ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ താൻ പതിവ് പോലെ ചെയ്തിരുന്ന കുപ്രസിദ്ധമായിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെയാണ് ബി എ ആളൂർ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എന്തായാലും ഇയാൾ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വന്ന് മരിച്ചപ്പോൾ പോലും പലരും പറഞ്ഞിരുന്നത് ഇയാൾക്ക് ഹൃദയവും കരളും ഇല്ലാത്തത് കൊണ്ടാണ് വൃക്കയെ രോഗം ബാധിച്ചതെന്നൊക്കെയാണ്. എന്തായാലും ഇയാൾ മരിച്ച സാഹചര്യത്തിൽ സൗമ്യയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. എൻ്റെ മോളുടെ കേസിന്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആള് വാദിക്കാൻ വന്നു. ആള് വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിൽ ഇതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതി ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടി തന്നെ. നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദൻ ജാമ്യം എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീല് ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദൻ ജാമ്യയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച് പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാല് ദൈവത്തോടടക്കം നന്ദി പറയണം. ഓക്കെ, സ്വന്തം മകളെ കൊന്ന ആള് ഇന്നും ജീവിച്ചിരിക്കാൻ കാരണക്കാരായ ഒരാളെ കുറിച്ച് ഒരമ്മയ്ക്ക് ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും സംസാരിക്കാൻ കഴിയില്ല അല്ലെ. ഒരുപക്ഷെ ബി എ ആളൂർ മരിച്ചതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സൗമ്യയുടെ അമ്മ തന്നെയായിരിക്കും. എന്തായാലും ഇയാളെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചൊല്ലുണ്ട്, പലർക്കും അറിയുമായിരിക്കും. അത് കയ്യിൽ കുറച്ച് പണവും ആളൂരിനെ പോലെയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കും ആരെയും കൊല്ലാമെന്ന്. അങ്ങനെ ഇവരെ ഇയാൾ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എത്തിക്സ് ആവശ്യമുള്ള 2 ആളുകളാണ്, ഒന്ന് ഡോക്ടറും 2 വക്കീലും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡോക്ടറിനോടും വക്കീലിനോടും കളവ് പറയരുത് എന്ന്. ഒരു ഡോക്ടർ അൺഎത്തിക്കലായി പ്രവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ഒരുപാട് ആളുകളുടെ ജീവനെടുക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഒരു വക്കീൽ അൺഎത്തിക്കലായി പ്രവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് നീതി നിഷേധത്തിന് കാരണമാകും. എന്തായാലും ഈ തത്വങ്ങൾക്കെല്ലാം എതിരെ പ്രവർത്തിച്ച ഒരാളും കൂടിയായിരുന്നു ബി എ ആളൂർ അല്ലെ. സ്വന്തം പ്രൊഫഷനിൽ എത്തിക്സിനേക്കാളും അയാൾ വില കൊടുത്തിരുന്നത് പണത്തിനായിരുന്നു. കേരളത്തിലെ കുപ്രസിദ്ധി ആർജിച്ച കേസുകളിലെല്ലാം പ്രതികൾക്ക് വേണ്ടി ഇയാൾ വാദിക്കാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി വാദിക്കുക വഴി 4 ആളുകൾ തന്നെ അറിയണം, അതുവഴി തനിക്ക് ഒരുപാട് കേസുകൾ വരണം, അതുവഴി ഒരുപാട് പണം സമ്പാദിക്കണം. ഇത് മാത്രമായിരുന്നു ഇയാൾ ചിന്തിച്ചിരുന്നത്. ഇയാളുടെ അപ്രോച്ച് ഏറെക്കുറെ സക്സസ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു രീതിയിലൂടെ ഇയാൾ സഞ്ചരിച്ചപ്പോൾ ഇയാൾക്ക് ഒരുപാട് കേസുകൾ ലഭിക്കാൻ തുടങ്ങി. അതുവഴി ഇയാൾ ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ സൗമ്യയുടെ അമ്മയെ പോലുള്ള ഒരുപാട് അമ്മമാരുടെ ശാപവും. ആ ശാപം ഏറ്റത് കൊണ്ടായിരിക്കണം ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇയാൾ മരണപ്പെടുന്നത്. തന്റെ ജോലിയിൽ നിന്നും റിട്ടയർഡ് ആവുന്നതിന് മുമ്പേ തന്നെ ഇയാൾ മരണപ്പെട്ടത്. എന്തായാലും സൗമ്യയുടെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ശല്യം ഒഴിഞ്ഞു പോയതിൽ നമുക്കിനി ആശ്വസിക്കാം അല്ലേ. പക്ഷെ പൂർണ്ണമായി ആശ്വസിക്കാനായിട്ടില്ല. ഇന്നും ആളൂരിനെ പോലുള്ള ഒരുപാട് വക്കീലന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പണത്തിന് മുന്നിൽ എത്തിക്സിനെ പണയപ്പെടുത്തുന്ന ഒരുപാട് വക്കീലന്മാർ. അവരുടെ എല്ലാം ഒരു പ്രതിനിധി മാത്രമാണ് ഈ പറയുന്ന ബി എ ആളൂർ. ഇനിയും എത്ര ആളൂർമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് ആരും മറക്കാതിരുന്നാൽ നമ്മൾ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.